ലോകത്തിലെ സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ എന്ന് നമുക്കറിയാം. പ്രധാനമായും ഓയിൽ എക്സ്പോർട്ടിങ്ങിലൂടെയാണ് സൗദി അറേബ്യ ഇത്രത്തോളം സമ്പന്നമായത്. എങ്കിലും സൗദി അറേബ്യയുടെ 95% മരുഭൂമിയാണ് എന്നതാണ് സത്യം. അതിനു പുറമെ വർഷം ഏകദേശം മില്ലിമീറ്റർ മഴ മാത്രമാണ് അവിടെ ലഭിക്കാറുള്ളത്. അതായത് കേരളത്തിൽ ഒരു വർഷം സൗദിയേക്കാൾ 30 മടങ്ങ് മഴ ലഭിക്കാറുണ്ട്. അതിനാൽ തന്നെ സൗദിയിൽ ഒരൊറ്റ പ്രകൃതിദത്ത നദികളോ തടാകങ്ങളോ ഇല്ല എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതുകൊണ്ട് തന്നെ സൗദിയിൽ പ്രകൃതിദത്ത ശുദ്ധജലവും വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, പിന്നെ എങ്ങനെയാണ് സൗദിയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതെന്ന്. അധികമാരും ശ്രദ്ധിക്കാത്ത സൗദി അറേബ്യയുടെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സൗദി അറേബ്യയുടെ ശുദ്ധജല സ്രോതസ്സിൻ്റെ ഏകദേശം 10% സൗദിയിലെ ഡാമുകളിൽ നിന്നാണ്. നദികളില്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഡാമുകൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ നിലവിൽ സൗദിയിൽ 522ഓളം ഡാമുകൾ ഉണ്ട് എന്നതാണ് സത്യം. മഴ പെയ്യുമ്പോൾ ലഭിക്കുന്ന വെള്ളവും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വരുന്ന വെള്ളവുമൊക്കെ ഈ ഡാമുകളിൽ ശേഖരിച്ച് ശുദ്ധീകരിച്ച് വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ സൗദിയിൽ മഴ കുറവാണെങ്കിലും പെയ്യുന്ന മഴ ചിലപ്പോൾ നല്ല തീവ്രമായിരിക്കും. ആ വെള്ളം വെറുതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഡാമുകൾ മിക്കതും ഉണ്ടാക്കിയിട്ടുള്ളത് വാദി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. വാദി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം വരുന്ന പുഴയുടെ ചാലുകളാണ്. 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള കാലാവസ്ഥയിൽ വെള്ളം പെട്ടെന്ന് ആവിയായി പോകുന്നത് തടയാൻ ഈ ഡാമുകൾ സഹായിക്കുന്നു. 650 ബില്യൺ ഗ്യാലൻ വെള്ളം ശേഖരിക്കാനുള്ള ശേഷിയുണ്ട് ഈ ഡാമുകൾക്ക്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡാം. മക്കയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 2003നും 2009നും ഇടയിൽ ഉണ്ടാക്കിയ ഈ ഡാമാണ് സൗദിയിലെ രണ്ടാമത്തെ വലിയ ഡാം. ഏകദേശം 249 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ഇതിൽ സംഭരിക്കാൻ സാധിക്കും. മക്കയിൽ മാത്രം 60 ഡാമുകളുണ്ട് എന്നതാണ് വാസ്തവം. അവയിൽ 232 ബില്യൺ ഗ്യാലൻ ജലവും ശേഖരിക്കാൻ കഴിയും. ഡാമുകൾ ഉണ്ടെങ്കിലും സൗദിയുടെ മറ്റൊരു വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ റിസർവ് ആണ്, അതായത് ഭൂഗർഭജലം. ഏകദേശം 26 ട്രില്യൺ ഗ്യാലൻ വെള്ളം സൗദിയുടെ ഭൂമിക്കടിയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട്. സൗദി അറേബ്യ ഈ ഭൂഗർഭജലം കുഴിച്ചെടുത്താലും അതിൽ ഏകദേശം 740ഓളം ബില്യൺ ഗ്യാലൻ വെള്ളം മാത്രമാണ് മഴ വഴി വീണ്ടും ഭൂമിക്കടിയിൽ റീഫില്ലാകുന്നതത്രേ. അതിനു പുറമെ ഫോസിൽ വാട്ടർ എന്ന് വിളിക്കുന്ന ഭൂഗർഭജലവും സൗദിയിലുണ്ട്. ആയിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ പുഴകളും മഴയുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ രൂപപ്പെട്ട വെള്ളമാണിത്. മഴ കുറവായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒരിക്കലെടുത്താൽ പിന്നെ വീണ്ടും നിറയില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സൗദി അറേബ്യ വേസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ലഭ്യമായ 2019 കണക്കുകൾ പ്രകാരം സൗദിയിലെ 99 പ്ലാന്റുകൾ പ്രതിദിനം 1.3 ബില്യൺ ഗ്യാലൻ വെള്ളം ശുദ്ധീകരിച്ചിരുന്നത്രേ. എങ്കിലും വർഷം തോറും ജനസംഖ്യ വർദ്ധിച്ചു വരുന്നത് കാരണത്താൽ ശുദ്ധജലത്തിൻ്റെ ആവശ്യം കൂടിക്കൊണ്ടേയിരുന്നു. അതിനാലൊക്കെ സൗദി അറേബ്യ കണ്ടെത്തിയ മറ്റൊരു പരിഹാരമാണ് പൈപ്പ് ലൈനുകൾ. ഈ പൈപ്പ് ലൈനുകൾക്ക് 8700 മൈൽ നീളമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയായ നൈൽ നദിയേക്കാൾ നീളമുണ്ട് ഈ പൈപ്പ് ലൈനിന് എന്നതാണ് വാസ്തവം. ഈ പൈപ്പിലൂടെ അവർ കടൽ വെള്ളം ശുദ്ധീകരിച്ച് അഥവാ ഡീസലനേഷൻ വഴി റെഡ് സീയിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും ഉൾപ്രദേശങ്ങളിലെ പട്ടണങ്ങളിലേക്കും ഫാക്ടറികളിലേക്കും വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചൂടുകൊണ്ട് ആവിയായി പോകാതിരിക്കാൻ ഈ പൈപ്പുകൾ ഭൂമിക്കടിയിലൂടെയാണ് പോകുന്നത്. ഇത് വെള്ളത്തിൻ്റെ ഗുണനിലവാരം സൂക്ഷിക്കാനും ദൂരസ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനും സഹായിക്കുന്നു. 2019 സൗദിയിലെ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പൈപ്പുകളുടെ ആകെ നീളം 78,200 മൈലായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു പൈപ്പ് ലൈൻ നിർമ്മിക്കുക എന്നത് സൗദിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഹിജാസ് മലകളിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ ടണൽ ബോറിംഗ് മെഷീനുകളും വെടിമരുന്നും ഉപയോഗിച്ച് വലിയ പാറകൾ തകർക്കേണ്ടി വന്നിരുന്നു. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിലും പൊടിക്കാറ്റിലുമൊക്കെയാണ് ഈ പ്രൊജക്റ്റ് ഗവൺമെൻറ് ചെയ്തിരുന്നത്. പക്ഷേ ഈ പൈപ്പുകളിലൂടെ വെള്ളം പോകുന്നത് കടൽ വെള്ളം ശുദ്ധീകരിച്ച ജലമാണെന്ന് മുൻപേ പറഞ്ഞല്ലോ.
പറയാൻ എളുപ്പമാണെങ്കിലും ഈ ഡീസലനേഷൻ മെത്തേഡ് അത്ര എളുപ്പമല്ല എന്നതാണ് സത്യം. സൗദി അറേബ്യയുടെ ശുദ്ധജലത്തിൻ്റെ 50% ഡീസലനേഷൻ വഴി അഥവാ കടൽവെള്ളം ശുദ്ധീകരിച്ചാണ് ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡീസലനേഷൻ വാട്ടർ ഉണ്ടാക്കുന്നത് സൗദി അറേബ്യയാണ്. ലോകത്തിലെ മുഴുവൻ ഡീസലനേഷൻ ഉൽപ്പാദനത്തിൻ്റെ 20% അവിടെയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് കടൽവെള്ളത്തിൽ നിന്നും ഉപ്പും മറ്റും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധജലം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. സൗദി അറേബ്യയിലെ ആദ്യത്തെ ശുദ്ധീകരണ പ്ലാന്റ് 1957 പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഒരു ദിവസം 60 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ ഈ കാര്യത്തിൽ ലോകത്ത് ഒന്നാമതാണ്. അതായത് സൗദിക്ക് ഇപ്പോൾ 30-ലധികം ശുദ്ധീകരണ പ്ലാന്റുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകളിലൊന്നായ റാസ് അൽ ഡീസലനേഷൻ പ്ലാന്റ് സൗദി അറേബ്യയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലാന്റിന് ഒരു ദിവസം 10 ലക്ഷം ക്യൂബിക് മീറ്ററിൽ കൂടുതൽ വെള്ളമുണ്ടാക്കാൻ കഴിയും. സൗദി അറേബ്യ പ്രധാനമായും ഇതിനായി 2 ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് തെർമൽ ഡീസലനേഷനും രണ്ടാമത്തേത് റിവേഴ്സ് ഓസ്മോസിസും. തെർമൽ ഡീസലനേഷനിൽ കടൽവെള്ളം ചൂടാക്കുമ്പോൾ ഉപ്പും മാലിന്യങ്ങളും താഴെ അവശേഷിക്കുന്നു. ശേഷം ആ വെള്ളം തണുപ്പിച്ച് ശുദ്ധജലമാക്കി മാറ്റുകയാണ് ചെയ്യുക. സൗദി അറേബ്യയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് മൾട്ടി സ്റ്റേജ് ഫ്ലാഷ് ഡീസലനേഷൻ എന്ന മെത്തേഡാണ്. ഇതിൽ ഉപ്പുജലം ഘട്ടങ്ങളായി ചൂടാക്കിയാണ് ആവിയുണ്ടാക്കി വെള്ളമാക്കുന്നത്. റിവേഴ്സ് ഓസ്മോസിസിൽ ഉയർന്ന മർദ്ദം ഉപയോഗിച്ച് കടൽവെള്ളം ഒരു പ്രത്യേക അരിപ്പയിലൂടെ കടത്തിവിടുന്നു. ഇത് ഉപ്പും മറ്റു മാലിന്യങ്ങളും തടഞ്ഞ് ശുദ്ധജലം മാത്രം പുറത്തേക്ക് വിടുന്നു. ഇതിന് തെർമൽ ഡീസലനേഷനേക്കാൾ കുറഞ്ഞ എനർജി മതി. പക്ഷേ ഇതിന് ഹൈ പ്രഷർ നൽകുന്ന പമ്പ് വേണം. അത് കുറച്ച് എക്സ്പെൻസീവാണ്. സൗദി അറേബ്യയിലെ ഈ പ്ലാന്റുകളിൽ നാച്ചുറൽ ഗ്യാസോ ഓയിലോ ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ സൗദിക്ക് ഓയിൽ റിസർവ് ധാരാളം ഉള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. കൂടാതെ ഇപ്പോൾ സോളാർ പോലുള്ള പുതിയ ടെക്നോളജികളും സൗദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ കുടിവെള്ളത്തിൻ്റെ 50%-ലധികവും ഡീസലനേഷൻ വഴിയാണ് ലഭിക്കുന്നതെന്ന് മുൻപേ പറഞ്ഞല്ലോ. പക്ഷേ ഇതിനും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി ഇത് വളരെ എക്സ്പെൻസീവാണ്. രണ്ടാമതായി ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. അതായത് ഉപ്പുവെള്ളം ശുദ്ധീകരിച്ചതിന് ശേഷം ബ്രൈൻ എന്ന ഒരു ഉപ്പുവെള്ളം ഉപോൽപ്പന്നമായി രൂപപ്പെടാറുണ്ട്. ഇത് കടലിലേക്ക് ഒഴുക്കിവിട്ടാൽ അവിടുത്തെ ജീവികൾക്ക് അത് വലിയ ദോഷങ്ങളുണ്ടാക്കും. നിലവിൽ ഇത് കൃത്യമായി ഒഴിവാക്കാൻ സൗദി അറേബ്യ പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. ഇതുകൂടാതെ സൗദി അറേബ്യ മലിനജലം വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതായത് വീടുകളിലും ഫാക്ടറികളിലും മറ്റും യൂസ് ചെയ്തു വരുന്ന മലിനജലമാണ് വീണ്ടും ശുദ്ധീകരിക്കാനായി ഉപയോഗിക്കുന്നത്. നാഷണൽ വാട്ടർ കമ്പനിയാണ് രാജ്യത്തെ മലിനജലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അവർ ഈ വെള്ളം ശുദ്ധീകരിച്ച് കൃഷിക്കും വ്യവസായങ്ങൾക്കും ഉപയോഗിക്കുന്നു. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് അഥവാ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ ഒന്നാണ് റിയാദിലുള്ളത്. ഇതിന് ഒരു ദിവസം ഏകദേശം 3,75,000 ക്യൂബിക് മീറ്റർ വെള്ളം സംസ്കരിക്കാൻ കഴിയും. ഈ പ്ലാന്റ് പലതരം ക്ലീനിംഗ് പ്രോസസ്സുകളിലൂടെയാണ് മലിനജലം വൃത്തിയാക്കുന്നത്. ശേഷം അൾട്രാവയലറ്റ് ലൈറ്റോ ക്ലോറിനോ ഉപയോഗിച്ച് അതിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഈ ശുദ്ധീകരിച്ച വെള്ളം പിന്നീട് കൃഷിക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കൂടാതെ പെട്രോകെമിക്കൽ, സിമന്റ് വ്യവസായങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു. സൗദി അറേബ്യ ഇപ്പോൾ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡീസലനേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഏതായാലും നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.